ഹലോ ഗായ്സ്, കുറേ നാളായിട്ട് മൊത്തം ഫേസ് പാക്ക് എന്തെങ്കിലും ഇടണമെന്ന് കരുതിയത്. കാരണം കുറേ നാളെ ഇട്ടിട്ട് ഇന്നിപ്പോൾ പനിയൊക്കെ ആയി, പനിയൊക്കെ പിടിച്ചോണ്ട് എൻ്റെ മുഖം ഒന്നും ഡള്ളായിട്ട് ഒരുമാതിരി ഇരിക്കുന്ന കേട്ടോ. അങ്ങനെയാണ് എനിക്കൊരു വീഡിയോ കാണാനിടയായത് ഇൻസ്റ്റയിൽ. കുറേ പേര് ചെയ്യുന്നതും കണ്ടു കേട്ടോ. അത് ഞാനും വിചാരിച്ച് ഒന്ന് ചെയ്ത് നോക്കാം, റിസൾട്ട് എന്താണോ ഏതാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. എന്നാലും എന്തായാലും ഒരു ഫേസ് പാക്ക് ഇടണമെന്ന് വെച്ചിരുന്നത് തന്നെയാണ്. എന്തായാലും എന്നാലും ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഞാൻ കരുതി അത് ചെയ്ത് നോക്കാമെന്ന്. അതിന് അതിൻ്റെ മുട്ടയുടെ വെള്ളയാട്ടോ എടുക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ മിക്കവാറും മുട്ടയുടെ വെള്ളം എടുക്കും, മുട്ടയുടെ മഞ്ഞയും കൂടി വരാറുണ്ട് കറക്റ്റായിട്ട്. പക്ഷേ ഇന്ന് കറക്റ്റ് മുട്ടയുടെ വെള്ളം മാത്രം കിട്ടി കേട്ടോ. ഈ മുട്ടയ്ക്ക് എന്താ ഇത്രയും വെള്ളമുണ്ട്, കുറേ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, തോനെ ഉണ്ടായിരുന്നു. സാധാരണ മുട്ടയുടെ വെള്ളം ഇത്രയും ഉണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെ അത്രയും കിട്ടിയിട്ടൊന്നുമില്ല ഇതിന് മുന്നേ പൊട്ടിച്ചോക്കിയിട്ട്. പിന്നെ കോഫി ഇതാട്ടോ എടുക്കുന്നത്, കോഫി പൗഡറാണ്. പൗഡർ എൻ്റെ ഇരിക്കുന്ന കോഫി ഇതിങ്ങനത്തെ കേട്ടോ. ഇതെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതാട്ടോ എടുത്തത്. അത് നല്ല രീതിയിൽ നമ്മൾ ഓംപ്ലേറ്റിനൊക്കെ അടിക്കത്തില്ല, ഓംപ്ലേറ്റ് അടിക്കാൻ വേണ്ടി അതേപോലെ ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത്, കാരണം എനിക്കത് അരിഞ്ഞ് ചെറിയ കട്ട പോലെ അല്ലേ, അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞളാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം മഞ്ഞൾ ഇടുന്നോളൂ കേട്ടോ. കാരണം മഞ്ഞൾ എനിക്കിട്ട് അലർജി ആയോ എന്തോ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, കുറേ നാളെ മഞ്ഞളൊക്കെ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാം. എൻ്റെ സ്കിന്നാണെങ്കിൽ മിക്ക കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാട്ടോ. കാരണം നമ്മൾ നല്ലതാട്ടോ, മോശമാണെങ്കിൽ മോശമായിട്ട് സ്കിന്നങ്ങ് തിരിച്ചു തരും. എനിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. കാരണം എനിക്ക് പിടിക്കാതെയാണെങ്കിൽ അന്നേരം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. റെഡ് കളർ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എൻ്റെ നഖം ഒന്ന് കൈ കൈ ചൊറിയത്തില്ലേ, ജസ്റ്റ് ഒന്ന് നഖം തട്ടിയാൽ പോലും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് എൻ്റെ സ്കിന്നിന്, സെൻസിറ്റീവാണ് ചെറുതായിട്ട്. അതിന് ഞാൻ അതങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ലെയറങ്ങ് ഇട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസിലോട്ട്. നല്ല രീതിയിലൊരു ലെയറങ്ങ് ഇട്ട് ഫുൾ എല്ലായിടത്തും കിട്ടുന്ന കഴുത്തിലോട്ടൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ, ഫേസ് മാത്രം കേട്ടോ. ഫേസിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇതായിട്ടൊന്ന് നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്. കാരണം ഇത് പറ്റിപ്പോകുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ ടിഷ്യൂ പേപ്പർ ആട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നതെന്ന്. ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റ് തന്നെയാണല്ലോ. ഇതേപോലെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്, ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഫേസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മറയുന്ന രീതിയിൽ ഇത് ഒട്ടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടപ്പോൾ എനിക്കൊരു ചിരി വന്നു. പിന്നെ മുടി വളർത്തുന്ന അധികം ഞാൻ ഒട്ടിച്ചില്ല കേട്ടോ, എന്ന് വെച്ചാൽ കത്തിക്ക് ഇതാണ്. കാരണം പറിക്കുമ്പോൾ മുടിയും കൂടി ഇനി വരും, ആപ്പടെ ഇച്ചിരി മുടിയുള്ളൂ തലയ്ക്ക്. ഇനി അതും കൂടെ ഇളകി വരണ്ടെന്ന് കരുതിയിട്ട് വളരെ സൂക്ഷിച്ചാട്ടോ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം ചില വീഡിയോസ് കാണാം ഇതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ ഹെയറും കൂടി വരുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എന്നിട്ട് ഞാൻ അതിൻ്റെ പുറത്തൂടെ തന്നെ നമ്മൾ ഒന്നും കൂടി ആ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ലെയറും കൂടി വെക്കുന്നുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടെ കട്ടിയായിട്ട് ഇരിക്കട്ടെ കരുതി. ഇനി അത് ഡ്രൈ ആയി വന്നില്ലെങ്കിൽ, നല്ല രീതിയിൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫേസ് കംപ്ലീറ്റ് ഇതേപോലെ ഞാൻ ഐബ്രോസൊക്കെ നല്ല ഒതുക്കിയിടും അവിടെ മൊത്തം. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതിന് പൊഴിയെല്ലാം വന്ന് നമ്മൾ ഉരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിനും പറ്റിയാലോ എന്നൊരു പേടി ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ മാറ്റി കേട്ടോ ഞാൻ ഇത് വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫുൾ ഫേസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും വെച്ചുകൊണ്ട്. കാരണം ഞാൻ കരുതി നല്ല ഡ്രൈ ആവട്ടെ എന്ന് കരുതി, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഇത് പീൽ ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ. അതൊരു അരമണിക്കൂർ കൂടുതൽ ഇരുന്ന്, കാരണം ഞാൻ കറക്റ്റായിട്ട് സമയം നോക്കിയില്ലായിരുന്നു, കുറേ നേരം ഇരുന്ന് കേട്ടോ. ഇതാണ്ട് അവസാനം ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കും നമ്മളെ ഫേസ് നല്ല ഇതായിട്ട് കട്ടിയായിട്ട് ഉണ്ടോ. എനിക്ക് എൻ്റെ മൂക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുക, കാരണം ഒന്നാമത് എൻ്റെ മൂക്ക് നല്ല വലിയ മൂക്ക് കേട്ടോ. ഇതും കൂടെ വെച്ചപ്പോൾ നല്ല ഇതായിട്ട് ഇരിക്കുന്ന കേട്ടോ മൂക്ക്. ഇത് ഇത്ര നേരം വേദനയൊന്നും ഇല്ല കേട്ടോ ഇത് ഇടിച്ചെടുക്കുമ്പോഴത്തേക്കും. കാരണം ഞാനിങ്ങനെ സൗണ്ട് ഇതാക്കി വെക്കുന്നത്, എൻ്റെ മുടി അവിടെ കണ്ടോ കുറച്ച് ഇതായിട്ട് ഇരിപ്പുണ്ടല്ലോ സൈഡിൽ അതിനകത്ത്, അതിങ്ങനെ വലിച്ചപ്പോൾ എനിക്ക് ഒന്ന് വേദന എടുത്ത കേട്ടോ. അല്ലാതെ ഇങ്ങനെ പീരീഡ് എടുക്കുമ്പോൾ വേദനയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഉരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. പിന്നെ ഈ ഫേസ് പാക്ക് എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഗ്ലോയി ഫേസ് കിട്ടുന്നതാണ്, പക്ഷേ ഈ അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടായിരുന്നത്. അതുകൊണ്ട് അത് കുറച്ച് ഡൾനെസ്സൊക്കെ മാറി കുറച്ചും കൂടി ഒന്ന്
എന്താ പറയുക കുറച്ചൊരു വെട്ടം വേണ്ട കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്രൈറ്റിങ് അല്ല, കുറച്ച് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫേസ്. എനിക്കതായിട്ട് തോന്നിയത്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊന്ന് ഒരു വ്യത്യാസം ഞാൻ രണ്ടും കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ആദ്യത്തെ ഇതും പിന്നെ ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് നമ്മൾ ഫേഷ്യൽ ഹെയർ ഉണ്ടല്ലോ അതും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരുപാടില്ല, കുറച്ച് മാത്രം ഒന്ന് എവിടെ നിന്നോ ഇങ്ങനെ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ നോക്കുന്നത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ റിമൂവ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. തപ്പുമായിരുന്നു ഞാനിരുന്നിട്ട്. പക്ഷെ വേറെ കിട്ടില്ല, അവിടെ മാത്രമേ ആ സൈഡിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിയിരുന്നിടത്ത് മൊത്തം നല്ല രീതിയിൽ ഇങ്ങനെ ഉറച്ചിരിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ മുടി മൊത്തം ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം ഫേസിൽ നിന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ ക്രീം ഇടണമെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇങ്ങനെയാണ് എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആ ഒരു ആയതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ഇതാണ് രണ്ട് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.